ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മളിന്ന് പോകുന്നത് ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ടാണ്, ഹോസ്പിറ്റലിലേക്കാണ്. എനിക്ക് 3 മാസം കൂടുമ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്, അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ഓരോ പ്രാവശ്യം മെഡിക്കൽ ചെക്കപ്പിന് പോകുമ്പോൾ ഞാൻ തലേന്ന് എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെക്കാറുണ്ട്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തയ്യാറാക്കി വെക്കാറുണ്ട്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും നാളെ പോകുന്നത്. ഒരു പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് എനിക്ക് ഉണ്ടാവണേന്ന് ഓർത്തിട്ടായിരിക്കും എല്ലാ പ്രാവശ്യം പോവാം. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, പിറ്റേ ദിവസം കാലത്താവുമ്പോൾ ഞാൻ ഭയങ്കര ഫ്രഷ് ആയിട്ടായിരിക്കും. എനിക്കൊന്നും ഉണ്ടാവില്ല, എനിക്കൊരു അസുഖം ഉണ്ടാവില്ല എന്നൊരു ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും എപ്പോഴും പോവാം. പക്ഷെ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ പോകുമ്പോഴൊക്കെ എപ്പോഴും എൻ്റെ മനസ്സിൽ പറയും എനിക്കൊരു കുഴപ്പമുണ്ടാവില്ല, ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ അനുഭവങ്ങളായിരിക്കും നമ്മളങ്ങനെ ചിന്തിപ്പിക്കുന്നതും നമ്മുടെ മനസ്സിനെ അങ്ങനെ ചിന്തിപ്പിക്കുന്നതും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ പോകുന്നത് ദുബായിലുള്ള ആസ്റ്റർ ഹോസ്പിറ്റലിലേക്കാണ്. എനിക്കൊരു ചെറിയ കിഡ്നി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ വർഷങ്ങളായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ മെഡിസിൻ എടുത്തിട്ട് കുറേ നാൾ ഒരു സർവൈവർ ആയിരുന്നു ശരിക്കും. എല്ലാവരും പറയില്ലേ, നമുക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും, അച്ഛനമ്മയുണ്ടെങ്കിലും, ഒരു ഹസ്ബൻഡിൻ്റെ അച്ഛനമ്മയായാലും ഒക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ സിസ്റ്റർ ബ്രദർ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി എപ്പോഴും നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ഓറയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പലപ്പോഴും എൻ്റെ ഓരോ കാര്യങ്ങളിലും എനിക്കത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞൊരു 10-11 വർഷമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഹെൽത്തിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് കൂടുതലും. പക്ഷെ അതിന് ഒരു സമയമാകുമ്പോൾ ഞാനിതെല്ലാം റിവീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ എനിക്കതിനെപ്പറ്റി പറയുമ്പോൾ കുറച്ച് പേരിലും കൂടി അത് സ്പ്രെഡ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ആയിരിക്കും ഞാൻ കൂടുതൽ പറയാം. ഇപ്പം എന്തായാലും നമ്മൾ പോണത് ഹോസ്പിറ്റലിൽ പാർക്കിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണും. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പോണ സമയത്ത് പലപ്പോഴും പേടിച്ചെടുത്തൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ഒരു മനക്കരുത്ത് എനിക്കുണ്ട്. അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കാരണം വെച്ചാൽ നമുക്ക് ചുറ്റുപാടുള്ളവരെല്ലാവരും പോസിറ്റീവായതും എൻ്റെ ഹസ്ബൻഡ് വെരി സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായതുകൊണ്ടും എനിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല. ദൈവം സഹായിച്ച് ഡോക്ടറെ കണ്ടു, നമ്മൾ മടങ്ങിയാണ്. ഡോക്ടർ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അസുഖങ്ങളൊന്നും ഇപ്പം ഇല്ല, നല്ല നോർമലായിട്ടുള്ള ഒരു അവസ്ഥയാണ് എനിക്ക് എൻ്റെ കിഡ്നിക്കുള്ളത്. എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ആ ഒരു സന്തോഷമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു വെയിറ്റ് നന്നായിട്ട് കുറയ്ക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്നൊരു ദുബായിലേക്ക് വന്നതിന് ശേഷം ഞാനൊരു വെയിറ്റ് നന്നായി കൂടിയിട്ടുണ്ട്. അതെനിക്കറിയാം. എനിക്ക് പെട്ടെന്ന് അങ്ങനെ കുറയ്ക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറയ്ക്കാനും പറ്റിയിരുന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ഞാൻ ഇനി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നവും ചെയ്യാൻ പോവാണ്. കാരണം വെച്ചാൽ എനിക്കതുപോലുള്ള എൻ്റെ കാലിന് കുറച്ച് പ്രശ്നം വന്നു തുടങ്ങി, കാലുവേദന തുടങ്ങി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ലുലുവിൽ വന്നേക്കാണ്. എന്താ വെച്ചാൽ മോൻ്റെ സ്കൂളിലേക്ക് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. ഞാൻ കേക്ക് നാട്ടിലായിരിക്കുമ്പോൾ കേക്ക് ബേക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. എനിക്ക് കുറേ ഓർഡറുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിട്ട് പോരുന്ന സമയമായിരുന്നു. പെട്ടെന്നായിരുന്നു നമ്മൾ ദുബായിലേക്ക് വന്നത്. അപ്പോൾ എനിക്കിവിടെ കുറേ റെസ്ട്രിക്ഷൻ ഉള്ള കാരണം എനിക്ക് ബേക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ കേക്കിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും നമുക്ക് ലുലുവൊന്നും അധികം കിട്ടിയില്ല കേട്ടോ. കേക്കിൻ്റെ റേറ്റുകളൊക്കെ നോക്കി ഏകദേശം എത്ര വരുന്നു എന്ന് നോക്കി. പിന്നെ സാധനങ്ങൾ ചെറിയ ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകാന്ന് വെച്ചു. ഇപ്പോഴും മോന് ഒരു സിൽവറിൻ്റെ മാല വേണമെന്ന് പറഞ്ഞത്. ജസ്റ്റ് നോക്കി, അവന് ഇഷ്ടപ്പെട്ടതൊന്നും അങ്ങനെ കണ്ടില്ല. ഏകദേശം ഒരു 110 ദിർഹംസൊക്കെ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നോക്കി ബോയ്സിന് പറ്റിയ മാലകളൊക്കെ, പിന്നെ തിരിച്ചവിടെ തന്നെ വെച്ചു. ഇത് നമ്മളിനി വീട്ടിലേക്ക് തിരിച്ചു പോകാട്ടോ. ദുബായിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയമാണ് ഓണ്. എല്ലാ സമയങ്ങളിലും ആൾക്കാരുണ്ടാവും പുറത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്താണ് എല്ലാവരും നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും ഫാമിലിയായിട്ട് പുറത്തു പോകുന്ന സമയങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ.